എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ലൂയി മരിയദാസച്ചൻ്റെ വിശേഷങ്ങളും സുന്ദരമായ ഗാനങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. ഓരോ വർഷം കഴിയും തോറും പുതുമ കൂടാതെ അഭിഷേകം ലഭിക്കുന്ന ഒരു സുന്ദരമായ ഗാനം. ആ ഗാനത്തിൻ്റെ വരികളും അതിൻ്റെ സംഗീതമൊക്കെ എഴുതിയ പ്രിയപ്പെട്ട ലൂയി മരിയദാസച്ചൻ്റെ വിശേഷങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അച്ഛാ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്, അച്ഛൻ്റെ പാട്ടുകളിലൊക്കെ ഓരോ പാട്ടും ഒരു പ്രത്യേക തീം ബേസ്ഡ് ആയിട്ടാണ്. പല വിഷയങ്ങൾ വരുന്നില്ല, ഒരു തീം ബേസ്ഡ് ആയിട്ടാണ്. അച്ഛാ, എന്താണ് അച്ഛാ ഓരോ പാട്ടുകളൊക്കെ എഴുതുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഒന്ന് ചെയ്യുന്നതെന്ന് പറയാം? അത് നമുക്കറിയാമല്ലോ, നമ്മളുടെ ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് ഹൗ മച്ച് ദ ഡിസ്പോസിഷൻ സോ മച്ച് ദ ഗ്രേസ്. ദൈവകൃപ എപ്പോഴും നമ്മളുടെ ഒരു പരിശ്രമത്തോടു കൂടിയാണ് അത് ഫുൾഫിൽ ചെയ്യപ്പെടുക. അപ്പോൾ നമ്മുടെ ഒരു പരിശ്രമം, നമ്മളുടെ ഒരു ഗാനരചനയിലുള്ളൊരു ശാസ്ത്രം, ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ അത് നമുക്ക് സഹായകരമാകും. അപ്പോൾ ഞങ്ങൾക്ക് സെമിനാരി കാലഘട്ടത്തിൽ പ്രൊഫസർ മാത്യു ഉലകന്തര സാറിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ജെറി അമൽദേവ് സാറിൻ്റെ ക്ലാസ്സുകൾ, പിന്നീട് സമയങ്ങളിൽ പിന്നെ അതുപോലെ തന്നെ മോഹൻ സിത്താര സാറിൻ്റെ ഒന്നിച്ചിരുന്നുള്ള, മോഹൻ സിത്താര സാറും അച്ഛനും ഭയങ്കര സുഹൃത്തുക്കളാണ് അല്ലേ? സുഹൃത്തുക്കളാണ്. സാറുമായിട്ട് ഒന്നിച്ച് പാട്ടുകളൊക്കെ ചെയ്യുമ്പം അങ്ങനെ ഇരുന്ന് പ്രായോഗിക പരിശീലനത്തിലൂടെ നമുക്കറിയാം അക്കാഡമിയിലുള്ള പരിശീലനം നമുക്ക് സഹായമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ കേരള സംസ്കാരത്തിൽ തന്നെ പല പ്രഗത്ഭരായ സംഗീത സംവിധായകർ അല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ തിളങ്ങിയിട്ടുള്ളവർ, അവരെല്ലാവരും അക്കാഡമിയിൽ പഠിച്ചതുകൊണ്ട് മാത്രം തിളങ്ങിയവരല്ല, മറിച്ച് ഒരു പ്രായോഗിക പരിശീലനം ഗുരുക്കന്മാരുടെ കൂടെ നിന്നും. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഗുരുവിന് വേണ്ടി വിറക് വെട്ടിയും വെള്ളം കോരിയും വിദ്യ അഭ്യസിക്കുന്ന ഒരു കാലഘട്ടം. ഗുരുകുല വിദ്യാഭ്യാസം, അതിൻ്റെ അനുഗ്രഹങ്ങൾ, അവിടെയാണ് നമ്മുടെ അത്തരത്തിലുള്ള ഒരു വിദ്യ പകർന്നു കൊടുക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണല്ലോ അങ്ങനെ വിദ്യാഭ്യാസത്തിലുള്ള അന്തരങ്ങൾ മാറി എല്ലാവരും ഒന്നിച്ചിരിക്കാൻ തുടങ്ങി, ഒന്നിച്ച് പഠിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ചാവറച്ചൻ്റെ ഒക്കെ ഒരു ദീർഘവീക്ഷണമാണ്, നമ്മളൊക്കെ ധ്യാനിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പരിശീലനങ്ങൾ ഈ സംഗീത രചനയിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, ഇങ്ങനെയുള്ള പ്രഗത്ഭരുടെ ക്ലാസ്സുകൾ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സെമിനാരിയിലാണെങ്കിൽ കോട്ടയത്ത് MD ജോർജ് അച്ഛൻ്റെ ക്ലാസ്സുകൾ സഹായമായിട്ടുണ്ട്. അതുപോലെ പല ഗുരുനാഥന്മാരും ആ മേജർ സെമിനാരികളിലേക്ക് കടന്നു നിന്നപ്പോൾ അവർ കടന്നു വന്നതും അവർ ഈ രചനയെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാറ് എഴുതിയ ക്രിസ്ത്യൻ ഭക്തിഗാനത്തിന് ഈണം കൊടുത്തു. ഈ ക്രിസ്മസിന് വലിയ ഗുരുക്കന്മാരായിട്ടൊക്കെ ഒരു ആൽബം നമ്മുടെ അക്കാഡമി പിന്നെ ഇനാഗുറേറ്റ് ചെയ്തത് 2022 മെയ് മാസം 4-ാം തീയതി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ആണത് ഉദ്ഘാടനം ചെയ്തത്, അഭിനന്ദ ജോസഫ് ആമ്പളാനി പിതാവിൻ്റെ അധ്യക്ഷതയിൽ. അപ്പോൾ അത് അങ്ങനെ ആ ഒരു സൗഹൃദങ്ങളിലൂടെ വന്നതാണ്, അവരൊക്കെ കടന്നു വന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില സൗഹൃദങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാറ് ഒക്കെ വ്യക്തി ബന്ധങ്ങളും പരിചയങ്ങളും അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. പിന്നെ ആലപ്പി രംഗനാഥ് സാർ കടന്നുപോയി ഗുരുനാഥന്. ഞാനായിരുന്നു സാറിനെ കൊയർ മാസ്റ്റർ ആയിരിക്കുമ്പോൾ സെമിനാരി വരുമ്പോൾ കൊയർ മാസ്റ്റർ എന്നുള്ള നിലയിൽ നമ്മുടെ ഡ്യൂട്ടിയാണ് കാർ ഇറങ്ങുമ്പോഴേ. ഇപ്പോൾ നമ്മളിവിടെ ശാലോമി വന്നപ്പോൾ ഇവിടുത്തെ പ്രേക്ഷിതർ നമ്മളെ എത്ര ഹൃദ്യമായിട്ടാണ് സ്വീകരിച്ചത്. ഞാൻ ഇന്നലെ വരുമ്പോഴേ അവർ വെയിറ്റ് ചെയ്യുകയാണ്, എല്ലാ കാര്യങ്ങളിലും അവരൊരു ഭയങ്കര ഹൃദ്യത. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വീട്ടിലേക്ക് വന്നതുപോലെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല, നമ്മൾ ബസ് വന്ന് ഇറങ്ങുമ്പോഴേ അവർ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്തേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു അപരിചിതത്വം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ സെമിനാരിൽ അങ്ങനെയായിരുന്നു, സാറ് വരുമ്പോൾ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ട് വന്ന് സാറിന് കാപ്പിയൊക്കെ എടുത്തു കൊടുത്ത് അപ്പോൾ അവരോരോ അറിവുകൾ പറയും അവരുടെ കൂടെ നിൽക്കുമ്പോൾ. അങ്ങനെ കിട്ടിയിട്ടുള്ള കുറേ അറിവുകൾ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ അങ്ങനെ ഒരു തീം നമ്മളത് അവതരിപ്പിച്ച് ഒരു ഗാനമായിട്ട് നമ്മളതിനെ രൂപപ്പെടുത്തുകയാണ്. ഒപ്പം നമ്മളുടെ ഉള്ളിലുള്ള ദൈവകൃപ, ആ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്തകൾ കിട്ടുന്നത് അത് ചേർത്ത് വയ്ക്കുമ്പോഴാണ്. അപ്പം വ്യത്യസ്തമായ തീമുകളുണ്ട്. ദേശഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ലളിത ഗാനങ്ങൾ, പിന്നെ വിശുദ്ധരെക്കുറിച്ചുള്ള പാട്ടുകൾ, കാവൽ മാലാഖമാരെക്കുറിച്ച്. അപ്പോൾ അച്ഛനിപ്പോൾ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പാട്ട്, ഈ മാലാഖയുടെ സ്ഥാനം എന്താണ് ബൈബിളിൽ. അപ്പോൾ നമുക്കറിയാം ഏദെൻ തോട്ടത്തിൽ ആദവും ഹവ്വയും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം അവരെ, ദൈവിക നീതിയാണ് ദൈവം അവരോട് പറഞ്ഞ കാര്യം അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ആ ആദവും ഹവ്വയും
ഈ സർപ്പം ഇത് വന്ന് പറഞ്ഞ സമയത്ത് ഒന്ന് ദൈവമായിട്ട് കൺസൾട്ട് ചെയ്യാമെന്നൊന്ന് തീരുമാനിച്ചിരുന്ന അവർ വീഴുകയല്ലായിരുന്നു. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, പുതിയൊരാൾ വന്നിട്ടുണ്ട്, ഒരു പിശാച് എന്ന് പറയുന്നത് ഇങ്ങനെ പടം കഴിക്കാൻ പറയുന്നുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നല്ലേ? ഒരു കൺസൾട്ടേഷൻ അവർ ചെയ്തില്ല എന്നുള്ളത് അവരുടെ നല്ല ചിന്തയാട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ വീഴ്ച അവർക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം അവിടെ മാലാഖയാണ് നിർത്തുന്നത്, ഏതേൻ തോട്ടത്തിന് കാവലായിട്ട്. അപ്പോൾ അവിടെ മുതൽ ദൈവം ഇങ്ങനെ മാലാഖമാരുടെ സാന്നിധ്യം ഇങ്ങനെ ഓരോ ഒക്കേഷനിൽ വരുന്നുണ്ട് ബൈബിളിൽ. അപ്പോൾ ഒരു ദൈവശാസ്ത്രം കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റും പാട്ടിലൂടെ. അങ്ങനെ ഒരു പാട്ടാണ് ഇപ്പോൾ പാടുന്നത്. ഇനി അവസാന നാളിലും ദൂതൻ്റെ കാഹളം മുഴങ്ങുന്നുള്ളതാണ്. അപ്പോൾ ആ സൃഷ്ടി, രക്ഷാകര ചരിത്രത്തിൻ്റെ സൃഷ്ടി മുതൽ ഇനി രണ്ടാമത്തെ ആഗമനം വരെ ദൈവദൂതന്മാരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ബൈബിളിലെ ചില ഭാഗങ്ങളെടുത്താണ് അടുത്ത ഗാനം പാടാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗാനത്തോടെ നമുക്ക് ആരംഭിക്കാം. എനിക്കും നിനക്കും കാവലിനായി ദൈവം തന്നു മാലാഖയെ. ആദിമനാൾ മുതൽ ഇന്നോളം മാനവരക്ഷ ചരിതത്തിൽ മാലാഖമാരുണ്ടല്ലോ ദൈവിക പദ്ധതി നിറവേറ്റാൻ, ദൈവിക പദ്ധതി നിറവേറ്റാൻ, ദൈവിക പദ്ധതി നിറവേറ്റാൻ. ആദിയിലേതൻ തോട്ടത്തിൽ ആദിപിതാക്കൾ ഒരു നാളിൽ ദൈവിക കൽപ്പന ലംഘിച്ചു. പറുദീസയ്ക്കു പുറത്തായി വാതിലടച്ചു ദൈവപിത, ദൂതന്മാരെ നിയോഗിച്ചു, ദൂതന്മാരെ നിയോഗിച്ചു. അടിമത്തത്തിൽ ദൈവജനം ഈജിപ്തിൻ ഇരുളിൽ വാണു. ഫറവോ തന്നുടെ ക്രൂരതയിൽ മനസ്സുമടുത്തു പ്രാർത്ഥിച്ചു. ശിക്ഷകളൊന്നായി നൽകുകയായി ഒടുവിൽ ദൂതൻ വിടുവിച്ചു. ദൈവിക പദ്ധതി നിറവേറ്റി, ദൈവിക പദ്ധതി നിറവേറ്റി. നസ്രത്ത് എന്നൊരു ഗ്രാമത്തിൽ കന്യകയായൊരു മറിയത്തിൻ മുന്നിൽ വന്നു പ്രിയദൂതൻ ദൈവിക പദ്ധതി അറിയിച്ചു. തച്ചനായൊരു ഔസേപ്പും മാലാഖായുടെ മൊഴി കേട്ടു. ഈശോ വന്നു പിറന്നപ്പോൾ മാലാഖമാരൊരുമിച്ചു, മാലാഖമാരൊരുമിച്ചു. അന്തിമ ദിവസം അടുക്കുമ്പോൾ, അമ്പരമിളകി വിറയ്ക്കുമ്പോൾ ദൂതൻ കാഹളമൂതിയിടും. അന്ത്യവിധിക്കായി അവരണയും മാനവചരിത സമസ്യകളിൽ ആരംഭം മുതൽ ഇന്നോളം ഇനിയും അന്തിമ നാൾ വരെയും മാലാഖമാർ സഹയാത്രികർ, മാലാഖമാർ സഹയാത്രികർ, മാലാഖമാർ സഹയാത്രികർ, മാലാഖമാർ സഹയാത്രികർ. വളരെ നല്ല രസമുണ്ട്. ഈ ന്യൂജൻ ഭാഷ പറഞ്ഞ നല്ല വൈബുള്ളൊരു പാട്ട്.
വരി നല്ലത്, സംഗീതം നല്ലത്. ഇതിൻ്റെ ഓർക്കസ്ട്രേഷനേ നല്ല. ഇതാരാ ചെയ്തത്? ഓർക്കസ്ട്രേഷൻ ആരാ? അതൊരു ഫോക്ക് സോങ്ങാണ്. എൻ്റെ കുറേ പാട്ടുകൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ഓർക്കസ്ട്രേഷൻ ചെയ്തു തന്നിരിക്കുന്നത് മോഹൻ സിത്താര സാറാണ്. മോഹൻ സിത്താര സാറിൻ്റെ ആർട്ടിസ്റ്റുകളെ സാറ് വിട്ടുതരും. പാട്ടാകുമ്പോൾ ഞാനങ്ങ് ചെല്ലും, തൃശ്ശൂരേക്ക് ചെല്ലും. അങ്ങനെ നമുക്ക് പിന്നീടുള്ള പ്രൊഡക്ഷനിലൊക്കെ പാട്ടിൻ്റെ ഒരു വിഷ്ണു ആണ് ചെയ്തിരിക്കുന്നത്. സാറിൻ്റെ മകൻ വിഷ്ണു മോഹൻ സിത്താര ഫിലിമിലൊക്കെ ചെയ്യുന്ന ആ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഈ പാട്ടുകളൊക്കെ. അതിന് ശേഷമുള്ള ആദ്യത്തെ 2 ആൽബത്തിന് ശേഷമുള്ള പാട്ടുകൾ അധികവും അവിടുന്ന് തന്നെ സാറത് ചെയ്തു തരും. അതൊരു വലിയ ഭാഗ്യം. എനിക്ക് തോന്നുന്നു ഇപ്പം തമ്പുരാന് വേണ്ടി വലിയ സുവിശേഷ വില ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അല്ലേ സ്റ്റുഡിയോയിൽ തന്നെ അത് പാടിയതും മിക്സ് ചെയ്തതും എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ അശ്വിനാണ് ചെയ്തിരിക്കുന്നത്. ജാസി ഗിഫ്റ്റ് പാടിയൊരു പാട്ട് ക്രിസ്മസിന് ഇറങ്ങിയത്, പിന്നെ ഇപ്പം പുതിയത്. ഇപ്പം അങ്ങനെ ഈ പാട്ട് കേൾക്കാൻ നേരത്തെ ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, കുടുംബ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുരിശൊക്കെ വരച്ച് സ്തുതി കൊടുക്കാൻ നേരത്ത് വീട്ടിലെ ഇളയ കൊച്ച് ഈ പാട്ടിങ്ങനെ പാടുന്നു. എനിക്ക് കുട്ടികളൊക്കെ എളുപ്പം പഠിക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു കാറ്റഗിസം ഉണ്ട്. ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ എഴുതാൻ പറ്റട്ടെ. ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പഠിച്ചത് കുറമേലങ്ങാട് ദേവമാത കോളേജിലാണ്. ഈ ഇടയ്ക്ക് ഞാൻ അവിടെ ഒന്ന് പോയപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരാളിപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസറാണ്, റനീഷ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പ്രയറിൻ്റെ ടൈമാണ്. വളരെ മനോഹരമായൊരു ആന്തം, കോളേജ് ആന്തം. ഞാൻ ചോദിച്ചു ഇതിൻ്റെ വരിയൊക്കെ എഴുതി ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മരിയദാസച്ചനാന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ പറ്റി ആദ്യം കേൾക്കുന്ന അവിടെ. അച്ഛൻ ആന്തം എഴുതാനൊരു സ്പെഷ്യലിസ്റ്റാന്ന് കേട്ടു. അതിൻ്റെ ഒരു കാര്യം അതങ്ങനെ ആയിത്തീർന്നതാണ് കാര്യം. അപ്പം താർഷിസ് സാറ് അവിടെ പ്രിൻസിപ്പളായിട്ടിരിക്കുമ്പോൾ സാറ് സെമിനാരിയിൽ ഒരു ഫംഗ്ഷന് വന്നു. അപ്പോൾ സെമിനാരിയുടെ ആന്തം ഞാൻ ചെയ്തതാണ്. ഞാൻ അന്ന് കൊയർ മാസ്റ്ററായിരുന്ന സോണി വടയവർമ്പിൽ അച്ഛന് മാനന്തവാടി രൂപതാംഗമാണ്. അച്ഛനെ സ്നേഹത്തോടെ ഇപ്പോൾ ഓർക്കുന്നു. സോണി അച്ഛൻ ഒരുപാട് വളർത്തിയ അച്ഛനാണ്. അതുപോലെ ബിജു മുട്ടത്തൂന്നൽ അച്ഛൻ കൊയർ മാസ്റ്ററായിരുന്നു. അതുപോലെ തന്നെ ബ്രിജേഷ് പറ്റുമണിൽ അച്ഛന്, അതുപോലെ നെല്ലിശ്ശേരിൽ അച്ഛന്, അങ്ങനെയൊക്കെ കൊയർ മാസ്റ്റേഴ്സ് മുൻപുണ്ടായിരുന്നവരൊക്കെ ഒത്തിരി വളർത്തിയവരാണ്. അപ്പോൾ ഇങ്ങനെ ഈ പാട്ട് ഇങ്ങനെ പാടിയപ്പോൾ സാറ് പറഞ്ഞു, ഇതെവിടുന്ന് ഈ പാട്ട് ആര് ചെയ്തു? ഞങ്ങളുടെ ഒരു പയ്യൻ ചെയ്തതാണ്, ഒരു ബ്രദർ ചെയ്തതാണ്. മടത്തിക്കണ്ട പിതാവ് അന്ന് റെക്ടർ. പിതാവ് ഭയങ്കര സ്നേഹത്തിൻ്റെ മനുഷ്യനാണല്ലോ. പിതാവ് ഒരുപാട് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരും അങ്ങനെ. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വന്നു, ഊട്ടുമുറിയിൽ വന്നു. അപ്പോൾ എന്നോട് ഇതാണ് ബ്രദർ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലൊരു പാട്ട് പിന്നെ എനിക്ക് വേണം, കോളേജിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ചരിത്രമൊക്കെ പഠിക്കാം. സാർ എന്നിട്ട് ബുക്കൊക്കെ കൊടുത്തു വിട്ടു. ഞാനതൊക്കെ ഇരുന്ന് പഠിച്ച് ഞാൻ പറഞ്ഞു സാറേ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. കാരണം എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഞാനിങ്ങനെ ഒരു സമയം വെച്ചിട്ടൊരു സോങ് ഏറ്റെടുക്കാറില്ല. അങ്ങനെ ചെഞ്ചേരിലച്ഛനൊരു പാട്ട് അങ്ങനെ ഇങ്ങനെ മ്യൂസിക് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇന്ന് സങ്കടമാണ്. പക്ഷേ എനിക്കത് കൊടുക്കാൻ സമയബന്ധിതമായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻസ് വെച്ച് പാട്ട് എടുക്കാറില്ല. സംഭവിക്കുമ്പോൾ അതങ്ങനെ അങ്ങ് മനസ്സിലിട്ടുകൊണ്ട് നടക്കും. അപ്പോൾ സാറ് പറഞ്ഞു ഒരു കുഴപ്പമില്ല ബ്രദർ, ഇഷ്ടം പോലെ സമയമെടുത്ത് പതിയെ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ ഒന്നും നോക്കേണ്ടി വന്നില്ല, ഫിക്സ് ചെയ്തു. എന്നിട്ട് തന്നെ 2008 എനിക്ക് കിട്ടിയ അവർ വലിയൊരു ഇതൊക്കെ ഉണ്ടാക്കി സമ്മാനമൊക്കെ തന്നു. അന്ന് എനിക്ക് അവിടെ ഒരു ഫംഗ്ഷൻ വിളിച്ചു, എന്നെ അവരത് ആദരിക്കുകയൊക്കെ ചെയ്തു. അന്ന് ബ്രദറായിരിക്കുമ്പോഴാണ് അച്ഛോ അത് അങ്ങനെ. അതൊരു വലിയ കാര്യം കേട്ടോ. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് അച്ഛൻ്റെ ഒരു പാട്ടും കൂടി ഒന്ന് കേൾക്കാം. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധൻ ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ഞാൻ പരിശുദ്ധ പിതാവിൻ്റെ പാറമടയിൽ നിന്ന് പണിയെടുത്ത് പത്രോസിൻ്റെ സിംഹാസനത്തിലെത്തിയ ഒരു പിതാവ്, പരിശുദ്ധ അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച ഒരു പിതാവ്, വെടിയേറ്റ് വീഴുമ്പോഴും എൻ്റെ അമ്മയെ ഞാൻ നിൻ്റേതാവെന്ന് പറഞ്ഞ ഒരു പിതാവ്. ഞാൻ പിതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയാറുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇരുന്നൊരു പള്ളിയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു കപ്പേള, കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞ പള്ളിയിൽ, അവിടെ ആ കപ്പേളയുടെ പണി നടക്കുമ്പോൾ ചെന്നത്. ഞാനത് പൂർത്തീകരിച്ച് അവിടെ പിതാവിൻ്റെ രക്തത്തുള്ളി സൂക്ഷിക്കുന്നുണ്ട് അച്ഛോ. അത് റോമിൽ നിന്ന് കൊണ്ടുവന്ന് അന്ന് വെടിയേറ്റപ്പോഴുള്ള ആ കാസക്കിലുള്ള നൈലോളിൻ്റെ ആ ഒരു രക്തത്തുള്ളി. അപ്പം ഞാനിങ്ങനെ പിതാവിനെ എൻ്റെ ഈ തിരുശേഷിപ്പ് വരുമ്പോൾ ഒരു പാട്ട് എഴുതണമല്ലോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു, ഇങ്ങനെ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചപ്പം പിതാവ് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു ചിത്രം മനസ്സിൽ വന്നു. എഴുതിയൊരു പാട്ട് പാടാം. പിതാവിൻ്റെ ജീവിതം അനാവരണം ചെയ്യുന്ന അല്പം ഒരു അടിപൊളി സോങ്ങാണ്, നമ്മൾ അത് പാടാം. നമുക്ക് ആ ഒരു ഗാനം ഇപ്പോൾ കേൾക്കാം. ഓക്കെ അച്ഛോ. പുഞ്ചിരി തൂകും പാപ്പ, പുണ്യം മൊഴിയും പാപ്പ, പരിശുദ്ധ മാതാവിൻ മകനായി പുണ്യവാനായൊരു പാപ്പ. പുഞ്ചിരി തൂകും പാപ്പ,
പുണ്യം മൊഴിയും പാപ്പ, പരിശുദ്ധ മാതാവിൻ മകനായി പുണ്യവാനായൊരു പാപ്പ. ജയ് ജയ് ജോൺ പോൾ പാപ്പ, ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ജയ് ജയ് ജോൺ പോൾ പാപ്പ, ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ജയ് ജയ് ജോൺ പോൾ പാപ്പ, പുണ്യവാനായൊരു പാപ്പ. പാറമടയിൽ നിന്നും പരിശുദ്ധ ജപമാല ചൊല്ലി പത്രോസിൻ പദവിയിലെത്തി പുണ്യവാനായൊരു പാപ്പ. പാറമടയിൽ നിന്നും പരിശുദ്ധ ജപമാല ചൊല്ലി പത്രോസിൻ പദവിയിലെത്തി പുണ്യവാനായൊരു പാപ്പ. ജയ് ജയ് ജോൺ പോൾ പാപ്പ, ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ജയ് ജയ് ജോൺ പോൾ പാപ്പ, ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ജയ് ജയ് ജോൺ പോൾ പാപ്പ, പുണ്യവാനായൊരു പാപ്പ. പാപികളോടു പൊറുത്ത് പാവങ്ങളെ നെഞ്ചോടു ചേർത്ത് പരിശുദ്ധ കുർബാനയേന്തി പുണ്യവാനായൊരു പാപ്പ. പാപികളോടു പൊറുത്ത് പാവങ്ങളെ നെഞ്ചോടു ചേർത്ത് പരിശുദ്ധ കുർബാനയേന്തി പുണ്യവാനായൊരു പാപ്പ. പുഞ്ചിരി തൂകും പാപ്പ, പുണ്യം മൊഴിയും പാപ്പ, പരിശുദ്ധ മാതാവിൻ മകനായി പുണ്യവാനായൊരു പാപ്പ. പുഞ്ചിരി തൂകും പാപ്പ, പുണ്യം മൊഴിയും പാപ്പ, പരിശുദ്ധ മാതാവിൻ മകനായി പുണ്യവാനായൊരു പാപ്പ. ജയ് ജയ് ജോൺ പോൾ പാപ്പ, ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ജയ് ജയ് ജോൺ പോൾ പാപ്പ, ജോൺ പോൾ രണ്ടാമൻ പാപ്പ. ജയ് ജയ് ജോൺ പോൾ പാപ്പ, പുണ്യവാനായൊരു പാപ്പ. അച്ഛാ, എന്ത് സുന്ദരമാണ് അച്ഛൻ്റെ ശബ്ദം. പാട്ട് മനോഹരം, വളരെ മനോഹരം. ശബ്ദം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. വളരെ വളരെ സുന്ദരമായൊരു ശബ്ദം അച്ഛന് ദൈവം നൽകിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധൻ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു തിരുനാളാഘോഷം അവിടെ കപ്പള നടത്താൻ പോയപ്പോൾ അച്ഛൻ സുന്ദരമായൊരു വരികൾ, സുന്ദരമായ സംഗീതം, മനോഹരമായിരിക്കും അച്ഛൻ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി ഇടങ്ങളിൽ ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പെരുന്നാളുണ്ട്, പല കപ്പേള പെരുന്നാളുകൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു പഠനം നടത്തിയിരുന്നു പാട്ടുകൾ എഴുതുന്നതിന് മുമ്പ്. അപ്പോൾ റോമിൽ താമസിച്ചിട്ടുള്ള മാർപ്പാപ്പയെ കണ്ടു പരിചയമുള്ള മണ്ണൂരാമ്പറമ്പിൽ അച്ഛനൊക്കെയാണ്, ഞങ്ങളുടെ പ്രൊഫസറായിരുന്ന തോമസ് മോൺസിനൂറാണ് അദ്ദേഹം. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് വന്നവരെന്ന് കേൾക്കുമ്പോൾ പാപ്പായ്ക്ക് ഭയങ്കര ഒരു വാത്സല്യമായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ചോദിക്കുമായിരുന്നത്. കാരണം നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നവർ ആണ്, കൃഷിക്കാരുടെ മക്കളാണ്. അപ്പോൾ ആ ഇന്ത്യ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു എന്ന് പാപ്പ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ പാറമടയിലൊക്കെ പണിയെടുത്ത് വന്നൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ നമ്മുടെ നൊമ്പരങ്ങൾ സ്വർഗത്തിൽ പിതാവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും, മാർപ്പാപ്പ അവതരിപ്പിക്കും. മാർപ്പാപ്പയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ നൊവേനൊക്കെ എഴുതി സ്വന്തമായിട്ട് അങ്ങനെ 3 പാട്ടുകൾ എഴുതി. നൊവേന എഴുതി, മാർപ്പാപ്പയുടെ നൊവേന എഴുതി. അതിപ്പോൾ അവിടെ ചൊല്ലുന്നു 3 പാട്ടുകൾ മാർപ്പാപ്പയെക്കുറിച്ച്. മൊത്തം എത്ര പാട്ടിപ്പായി? ഇപ്പോൾ 70 പാട്ടുകളാണ് എൻ്റെ ഒരു 70 പാട്ടുകളുടെയും വരികളും എഴുതി സംഗീതം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ
ഒരു ഡോക്ടർ അജി അദ്ദേഹം ഇങ്ങനെ വിളിച്ച് എന്നെ ഒരു പാട്ട് വേണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു സമയബന്ധിതമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അച്ഛനെ പിടിക്കുവാണെങ്കിൽ സാധിക്കില്ല. അപ്പോൾ അച്ഛനെ എഴുതുമ്പോൾ അങ്ങനെ ഞാൻ വരികൾ എഴുതിത്തരാം, അച്ഛന് ട്യൂൺ കിട്ടുന്ന അനുസരിച്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ തന്നോളാൻ പറഞ്ഞു. അദ്ദേഹം വരി എഴുതി തന്നു, ഞാൻ ആ വരി വായിച്ചു, അടുത്ത നിമിഷം അതിൻ്റെ ട്യൂണും പാടിക്കൊടുത്തു. പെട്ടെന്ന് അത് കിട്ടി എന്നുള്ളതാണ്. ഇനി ഒത്തിരി പാട്ടുകൾ എഴുതാൻ ഇടവരട്ടെ. അച്ഛൻ്റെയും അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകരുടെയും അനുഗ്രഹം, പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾ ഓരോ ഗാനങ്ങളെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എനിക്ക് പ്രതിസന്ധികൾ പലപ്പോഴും ഈ 15 വർഷത്തിനുള്ളിൽ ഉണ്ടായ സമയങ്ങളിൽ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചവരാണ്. അതൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു പാട്ട് ഇനി നമുക്ക് ഈ ഒരു അവസാനത്തെ എപ്പിസോഡാണിത്. നമ്മുടെ സന്തോഷം, ഇനിയും വിശേഷങ്ങൾ പറയാൻ മറ്റൊരു അവസരത്തിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അച്ഛന് അവസാനമായിട്ട് ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനമായിട്ട് അച്ഛന് ഏത് പാട്ടാണ് അച്ഛൻ പാടുന്നത്? ഒരു പാട്ട് എനിക്കത് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഒരു ബ്രദർ ജോയൽ, ഇപ്പോൾ ബ്രദറല്ല, ഇപ്പം അച്ഛൻ ഈ വർഷം പട്ടം സ്വീകരിച്ചാണ്. ജോയൽ അച്ഛൻ്റെ മലയാറ്റൂർപ്പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള വീടാണ്. അച്ഛൻ എഴുതിയൊരു പാട്ടാണ്. അതിന് മനോഹരമായിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള എൻ്റെ ഒരു അനിയനെ പോലെയുള്ള ഒരു ഐസക് മാത്യു ആണ് സംഗീതം ചെയ്ത തോമസ് ലിഹയുടെ പൊന്നും കുരിശും മുത്തപ്പോ. അങ്ങനെ ഒരു അച്ഛൻ ഇപ്പോൾ 200ഓളം പാട്ടുകൾ പാടിക്കഴിഞ്ഞു എന്നാണ്. ഏകദേശം 200 അടുത്തോളം. ഇതിന് എൻ്റെ ഒരു ഒന്നുകൂടി പറഞ്ഞേക്കട്ടെ, ഈ സമയത്ത് അച്ഛൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കേൾക്കേണ്ടത്. എന്നിരുന്നാൽ പോലും എനിക്കൊരു ഞാനങ്ങനെ ഒരു പാട്ടിന് പോലും ഇതുവരെ ഒരു വരി എഴുതാൻ പറ്റിയിട്ടില്ല, സംഗീതം ചെയ്യാനും പറ്റിയിട്ടില്ല. അനിയനും ഉണ്ട്. ഞങ്ങൾ അത്ര വലിയ പാട്ടുകാരൊന്നുമല്ല, എന്നാൽ പോലും ഞങ്ങളുടെ അടുക്കൽ അച്ഛാ പാടണം, നിങ്ങൾ രണ്ടുപേരും കൂടി പാടണം എന്നൊക്കെ പറയുമ്പോൾ വളരെ ഒരു ദൈവമേ ഒന്നുമില്ലാഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പാട്ടൊക്കെ ഞാനത് അറിഞ്ഞു. അച്ഛൻ്റെ സോങ് ഞാൻ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ടച്ച് ചെയ്തു. ഇനി അടുത്തൊരു പാട്ട് പാടുമ്പം ചേട്ടനെയും അനുജനെയും പാടിക്കണം എന്ന് മനസ്സിലിങ്ങനെ ടച്ച് ചെയ്തു. അപ്പം ഞാനത് മനസ്സിലാക്കി. അച്ഛന് വളരെ നിസ്വാർത്ഥമായിട്ടാണ് ഈശോ തന്ന ഈ നാദം അതൊരു ടിയെ പോലും വാങ്ങിക്കാതെ പാടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പ്രതിഫലത്തിന് വേണ്ടി അത് മേടിക്കൂല്ല. അതാണ് യഥാർത്ഥ സംഗീതം പരിശുദ്ധാത്മാവ് നമുക്ക് തരും ദാനമാണെന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നു അച്ഛനെ. തീർച്ചയായിട്ടും. ഓക്കെ അച്ഛോ, അച്ഛൻ്റെ ഈ പാട്ട് പാടാം. തീർച്ചയായിട്ടും. താങ്ക് യു അച്ഛോ. മാമലച്ചെരുവിൽ നിന്ന് ശരണനാഥം, പൊന്മല കയറ്റം മുത്തപ്പോ, മാമലച്ചെരുവിൽ നിന്ന് ശരണനാഥം, പൊന്മല കയറ്റം മുത്തപ്പോ, യേശു തമ്പുരാന്റെ പൊൻവചനം മാമല നാട്ടിൽ വിതച്ച മുത്തപ്പോ, തൊട്ടു വിശ്വസിച്ച വിശ്വാസനാളം കത്തിപ്പടർന്ന വിശ്വാസ സത്യം, പൊന്മല കയറ്റം മുത്തപ്പോ, പൊന്മല കയറ്റം മുത്തപ്പോ. അല്ലലിൽ അലകളിൽ ശരണം നിൻതാതൻ മുത്തപ്പോ, അല്ലലിൽ അലകളിൽ ശരണം നിൻതാതൻ മുത്തപ്പോ, തമ്പുരാന്റെ പാത ചരിച്ചിട താതന്റെ പ്രാണൻ നുകർന്നിട, തമസിൽ സത്യമായി നീങ്ങിടുവാൻ മാതൃക നീ, പൊന്മല കയറ്റം മുത്തപ്പോ, പൊന്മല കയറ്റം മുത്തപ്പോ.
തോറ്റു മാമലതൻ കാഠിന്യ പാത പോൽ ജീവിതം നിൻ സന്നിധി എത്തുമ്പോൾ സാന്ത്വനം ഹരിതക കാഞ്ചന പൊൻപ്രഭയാ കുരിശ് പാരിതി പാവന പ്രകാശദീപം മാമലച്ചെരുവിൽ നിന്ന് ശരണനാഥം പൊന്മല കയറ്റം മുത്തപ്പോ യേശു തമ്പുരാന്റെ പൊൻവചനം മാമല നാട്ടിൽ വിതച്ച മുത്തപ്പോ തൊട്ടു വിശ്വസിച്ച വിശ്വാസനാളം കത്തിപ്പടർന്ന വിശ്വാസ സത്യം പൊന്മല കയറ്റം മുത്തപ്പോ പൊന്മല കയറ്റം മുത്തപ്പോ അച്ഛോ ഈ ഗാനം ഇപ്പം റീസെന്റ് റെക്കോർഡ് ചെയ്ത പാട്ടാണോ? ഒരു വർഷമായി, കഴിഞ്ഞ നോമ്പിന്റെ സമയത്ത്. നോമ്പിന്റെ നമ്മുടെ മലയാറ്റൂർ മലയാറ്റൂരിലെ രണ്ടുപേരാണ് ഇത് ചെയ്തത്. മലയാറ്റൂരിന്റെ ഓർമ്മകൾ വരുന്നത് പാടുമ്പോൾ അങ്ങനെ ആ ഒരു എന്താണ് ആ ഒരു മലഞ്ചെരിവുകളും അതിന്റെ ഒരു ഫീൽ ആ പാട്ട് മല കയറുന്ന മല കയറുന്നത്. പിന്നെ പാട്ട് പിന്നെ കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും അത്ര സിമ്പിൾ അല്ല, അതിന്റെ ഹമ്മിങ്ങുകളൊന്നും സിമ്പിൾ അല്ല. വളരെ മനോഹരമായിട്ട് അച്ഛൻ ആ പാട്ട് പാടി. താങ്ക് യു അച്ഛാ. ഒത്തിരി ഇതിന്റെ ശില്പി ആരാണ്? ഇത് നമ്മുടെ ഞാൻ പറഞ്ഞ ജോയൽ അച്ഛൻ. ജോയലിന് പ്രത്യേക അഭിനന്ദനം. ജോയൽ പിന്നെ ഐസക് മാത്യു, രണ്ടും നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അവരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിലെ കുട്ടികൾ കേൾക്കുന്ന ഒരു പാട്ടുകളുണ്ടല്ലോ, അപ്പം നമ്മൾ അവർക്ക് ഇപ്പം പണ്ട് നമ്മൾ കഞ്ഞി കൊടുത്തു കുട്ടികൾക്ക്, ഇപ്പം നൂഡിൽസ് അവർക്ക് മതി. അപ്പോൾ ഇത് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കുട്ടികൾക്ക് ഇപ്പം എല്ലാവർക്കും പലഹാരം അല്ലെങ്കിൽ നൂഡിൽസ് അതൊക്കെയാണ് ഇഷ്ടം. ഇപ്പം നമ്മൾ പഴയതുപോലെ ഇപ്പം ചിക്കൻ അവർക്ക് വേണം. അപ്പം പഴയതുപോലെ ഇപ്പം നമ്മൾ കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പോയത്. ഇപ്പോൾ കുട്ടികൾ അങ്ങനെ പോവില്ല. ഇപ്പം കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം കലയിലും വരേണ്ടതാണ്. അത് ശരിയാകട്ടോ. മാതാപിതാക്കന്മാരില്ലെങ്കിലും അത് കുട്ടികൾക്ക് കൊടുക്കുമല്ലോ. പണ്ട് നമ്മൾ ദാസേട്ടൻ്റെ ഒക്കെ പാട്ടുകൾ ഇപ്പം നമ്മളും കുട്ടികളായിരിക്കും. അതിനാണ് വിപിനച്ഛനും അച്ഛൻ്റെ സഹോദരൻ വിനിലച്ഛനും നിങ്ങൾ അവിടെ ചെയ്യുന്ന വലിയൊരു സേവനം അതാണ്. ഒരു ട്രഡീഷണൽ ബേസിൻ്റെ ചുവട് പിടിച്ച് തന്നെ, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിങ്ങൾ പുതിയ രൂപത്തിൽ ഈ സംഗീതം അവതരിപ്പിക്കുന്നു. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഏറ്റുപാടാൻ ചങ്കാണെന്നുള്ള പാട്ടൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഒരു വളരെ നല്ലൊരു കാര്യമാണ് അച്ഛൻ. തീർച്ചയായിട്ടും അത് പ്രത്യേകം ഓർക്കുന്നു. ഒത്തിരി സന്തോഷം അച്ഛാ. ഈ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നമുക്കൊക്കെ ഏറ്റവും ബഹുമാനപ്പെട്ട ലൂയി മരിയ ദാസച്ചൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ഗാനങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മേഖലകൾ, ഒത്തിരി തിരക്കുകൾ. അദ്ദേഹമായിരിക്കുന്ന വെറുതെ ഇരിക്കുന്നില്ല. അദ്ദേഹം പഠനമായിക്കോട്ടെ, പാസ്റ്ററായിക്കോട്ടെ, മ്യൂസിക് അക്കാഡമി ആയിക്കോട്ടെ, തമ്പുരാൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിഷേകം തുളുമ്പുന്ന വരികൾ അത് ഒരു സമയവും പാഴാക്കാതെ അദ്ദേഹം ചിലവഴിക്കുന്നുണ്ട്. വളരെ എനിക്ക് അച്ഛൻ്റെ ഒരു പ്രത്യേകത ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അച്ഛന് ക്രിസ്തുവിൻ്റെ മുഖവും ക്രിസ്തുവിൻ്റെ ശാന്തതയുമുള്ളൊരു അച്ഛനാണ്. ദൈവം ഒത്തിരി കാര്യങ്ങൾ ഇനിയും അച്ഛനോട് ചെയ്യാനുണ്ട്. ഒത്തിരി അനുഗ്രഹപ്രദമായ ഗാനങ്ങൾ അച്ഛനിലൂടെ പിറവിയെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ശാലോം ടിവിയുടെ പ്രേക്ഷകരുടെയും അതുപോലെ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരുടെയും പേരിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുകയാണ്. പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഏവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം നന്ദി. പുഞ്ചിരി തൂകും പാപ്പ, പുണ്യം മൊഴിയും പാപ്പ, പരിശുദ്ധ മാതാവിൻ മകനായി പുണ്യവാനായൊരു പാപ്പ. പുഞ്ചിരി തൂകും പാപ്പ, പുണ്യം മൊഴിയും പാപ്പ, പരിശുദ്ധ മാതാവിൻ മകനായി പുണ്യവാനായൊരു